ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിൽ വരുന്ന SCERT ചാപ്റ്ററുകൾ പഠിപ്പിക്കുന്ന ഒരു സീരീസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 പാഠഭാഗങ്ങൾ, അതായത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഈ 3 ക്ലാസ്സുകളിലും ഓരോ പാഠം വീതമാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ സിലബസിലുള്ളത്. അപ്പോൾ ആ 3 ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു 3 ചാപ്റ്ററിൽ നിന്നും PSC 2023-24 കാലഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഏതൊക്കെ പാഠമാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ബേസിസിൽ പഠിച്ചു വെക്കേണ്ടതെന്നുള്ളത്. സോ ആ വീഡിയോ കാണണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ നിന്ന് ഏതൊക്കെയാണ് എക്കണോമിക്സിലേക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 പാഠങ്ങൾ, അതായത് 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിൽ ഓരോ പാഠം വീതം അതിൽ വരുന്നുള്ളൂ. ആ 3 പാഠങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പാഠമാണ്. കരുതലോടെ ചെലവിടാം, 4ാമത്തെ പാഠമാണ്. അപ്പോൾ ഈ ആദ്യത്തെ 1-2 പേജസിൽ ഒന്നും തന്നെ നമുക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളതില്ല. നമുക്ക് പഠിക്കാനുള്ളത് സാമ്പത്തിക സുരക്ഷിതത്വം അഥവാ എക്കണോമിക് സെക്യൂരിറ്റി. ഇവിടെ മുതലാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. നോക്കാം, വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്നത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കും. എന്നാൽ ചെലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ മിച്ചമുണ്ടാകുന്നു. മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിന്റെ സമ്പാദ്യമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടുക, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്, ഈ ഒരു പാഠത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, അതായത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. നോക്കിക്കേ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഇനി അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന മിതവ്യയശീലം എന്താണെന്ന് നോക്കാം. ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ. ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവ ഓരോന്നും വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ധാരാളമുണ്ട്. പരസ്യങ്ങളുടെ പ്രേരണയാൽ അമിതമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചെലവ് വർദ്ധിപ്പിക്കും. മാത്രമല്ല, നാം അറിയാതെ വീണ്ടും അവ വാങ്ങുവാനും ഉപയോഗിക്കുവാനുമുള്ള പ്രേരണ ഉണ്ടാക്കുകയും ചെയ്യും. പരസ്യങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ വിവേകപൂർവ്വം ഗുണമേന്മയുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങുവാൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് എന്താണ് മിതവ്യയശീലം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണിത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത്, ഇവിടെ ഒരു കുടുംബം വരവും ചെലവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുക, അതിലൊന്നും പഠിക്കാനില്ല. പിന്നെ ഇവിടെ കുടുംബ ബഡ്ജറ്റ്, അതും വായിച്ചാൽ ജസ്റ്റ് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വരവ് ചെലവുകൾ പലപ്പോഴും കുടുംബങ്ങൾ എഴുതി സൂക്ഷിക്കാറില്ല. എന്നാൽ കുടുംബത്തിന്റെ വരുമാനം പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് സഹായകരമാകും. ഇങ്ങനെ മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിനെ കുടുംബ ബഡ്ജറ്റ് എന്ന് പറയാം, ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചു വിടുക, അതിലൊന്നും എഴുതി വെക്കാനുള്ള കാര്യങ്ങളില്ല. ഇനി അടുത്തത് അതേപോലെയുള്ളതാണ് പ്രവർത്തന ബഡ്ജറ്റ്. കുടുംബ ബഡ്ജറ്റ് എന്നതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബഡ്ജറ്റ് ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ പ്രവർത്തന ബഡ്ജറ്റുകളും തയ്യാറാക്കാറുണ്ട്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബഡ്ജറ്റിനെ പറ്റി ജനറൽ ആയിട്ട് ചോദിക്കുമ്പോഴാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. പൊതുവേ നമുക്കറിയാം PSCയിൽ ബഡ്ജറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് കറണ്ട് അഫേഴ്സിന്റെ ആ ഒരു കേസിലാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ ജനറൽ ആയിട്ട് ചോദിക്കുമ്പോൾ പറയാൻ പറ്റിയതാണ് ഫാമിലി ബഡ്ജറ്റിന്റെ ഒരു ഡെഫിനിഷൻ തരാം, താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റായത് ശരിയായത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്താണ്. അല്ലാതെ ഒരു ജനറലൈസ്ഡ് രീതിയിൽ ഈ ബഡ്ജറ്റ് ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രവർത്തന ബഡ്ജറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിനെയാണ് നമ്മൾ പ്രവർത്തന ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, പഠനയാത്രയ്ക്കായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കില്ല. അതായത് എത്ര രൂപയാണ് ബസ്സിന് കൊടുക്കേണ്ടി വരുന്നത്, അവിടുത്തെ ചെലവുകൾ എങ്ങനെയായിരിക്കും, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കും. അപ്പോൾ അത് പഠനയാത്രയ്ക്കായിട്ട് പോകുന്നത് ഒരു പ്രവർത്തന ബഡ്ജറ്റിന് ഉദാഹരണമാണ്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഒരേ ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നോക്കുക, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുണ്ട് പലതവണ. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ എന്ന് വരെയാണ്. ഏപ്രിൽ 1 to മാർച്ച് 31 ആണ്. മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ പാഠം ബേസ് ചെയ്ത് 2024 എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ഇതാണ്. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻസിൽ PC മഹലനോബിസ്, ജവഹർലാൽ നെഹ്റു, എബ്രാഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ D ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്
6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഉൽപാദന പ്രക്രിയയിലൂടെ. അപ്പൊ ഇതിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഉൽപാദനം. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡെഫിനിഷൻ. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്നതാണ് ഉൽപ്പന്നം. അപ്പോ ഉൽപാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, ഉൽപാദനത്തിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കണ്ടോ, നെല്ല് എന്ന ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിലമൊരുക്കല്, വിത്ത് വിതയ്ക്കൽ അല്ലെങ്കിൽ ഞാറ് നടീല്, കള പറിക്കല്, വളം വിതറല്, അതിനുശേഷം കൊയ്ത്ത്, കറ്റമെതിക്കല്, നെല്ല് ശേഖരിക്കലൊക്കെ. അപ്പോ ഇവിടെ ഈ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തം വരുന്നുണ്ട്? തൊഴിലാളികൾ വേണം അല്ലെ. അതേപോലെ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഭൂമി, ജലം പോലെയുള്ള പ്രകൃതി വിഭവങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൂടാതെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ, അതായത് എന്താണ്, യന്ത്രങ്ങൾ, അതേപോലെ വളം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നോക്കേണ്ടത് ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഇവിടെയുള്ള ആ ഒരു പോയിന്റ് നോക്കിയാൽ മതിയെ. ഇങ്ങനെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ 4 ആയി തരംതിരിക്കുക. അതായത് ഒരു പ്രോഡക്റ്റിനെ നമുക്ക് അന്തിമമായിട്ട് കിട്ടണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഭൂമി, രണ്ടാമത് വരുന്നതാണ് തൊഴില്, മൂന്നാമത് വരുന്നത് മൂലധനം, ദെൻ വരുന്നത് സംഘാടനം. ഇനി നമുക്കറിയാം ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പാട്ടമാണ് അല്ലെ. തൊഴിലിൽ നിന്നാണെങ്കിലോ കൂലി അല്ലെങ്കിൽ വേതനമാണ്. ഇനി മൂലധനത്തിൽ നിന്നാണെങ്കിലോ മൂലധനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് പലിശ. അതേപോലെ സംഘാടനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ലാഭം. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ് പാട്ടം, തൊഴിലിൽ നിന്ന് കിട്ടുന്നതാണ് കൂലി അല്ലെങ്കിൽ വേതനം, മൂലധനത്തിൽ നിന്നാണെങ്കിൽ പലിശ, ദെൻ സംഘാടനത്തിൽ നിന്നാണെങ്കിൽ ലാഭം. ഇനി ഓരോന്നിനെ പറ്റി, അതായത് ഓരോ ഫാക്ടേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പൊ അതിലൊന്നും നമുക്ക് പഠിക്കാനുള്ളത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിലും അപ്പൊ ഇവിടെ ഈ മൂലധനം എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഇതെല്ലാം എന്താണ്? മൂലധനം. ഈ വിവിധ ആവശ്യങ്ങൾക്കും എന്താണ്? മൂലധനം ആവശ്യമുണ്ട്. ഇനി അപ്പൊ നമുക്ക് പറയാം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. ഇപ്പൊ PSC SCRT യിലുള്ള പല സ്റ്റേറ്റ്മെന്റും ഇത്തരത്തിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മൂലധനം എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാൻ സാധിക്കും സ്പർശിക്കാനും സാധിക്കും അല്ലെ, കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് മൂലധനം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയൊക്കെ മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇതൊക്കെ നിങ്ങൾ ഈ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്. പിന്നെ അതേപോലെ മൂലധനത്തിന്റെ സവിശേഷതകൾ, ഇവിടെ 3 സവിശേഷതകൾ പറയുന്നുണ്ട്. ഇതും പ്രധാനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻസിലും ഇപ്പോൾ ഓരോന്നിനെ പറ്റിയുള്ള ഇപ്പൊ GST അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ SCRT യിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നെ PSC ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്നുള്ളതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തേതാണ് മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു അല്ലെ. ഏതൊരു ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്ന ഒന്നാണ് ഈ മൂലധനം എന്ന് പറയുന്നത്. ഇനി മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മൂലധനം ചലനാത്മകമാണ്. അപ്പൊ 3 പോയിന്റുകളാണ് അല്ലെങ്കിൽ 3 സവിശേഷതകളാണ് പറയാനുള്ളത്. എന്തൊക്കെയാണ്? മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു, മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു, മൂലധനം ചലനാത്മകമാണ്. ഓക്കെ, ഇനി എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. നമ്മൾ പറഞ്ഞു ഭൂമിയാണെങ്കിൽ പാട്ടം, അങ്ങനെ ഓരോന്നിനെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ മൂലധനത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് പലിശയാണ്. ഇനി അടുത്തത് പറയുന്നത് സംഘാടനത്തിനെ പറ്റിയാണ്. നോക്കിക്കേ, ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിക്കലാണ് സംഘാടനം. അതായത് നമ്മൾ 1, 2, 3 ആ ഓർഡറിൽ തന്നെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത് ആരാണ്? ഭൂമിയാണ് അല്ലെ. അതേപോലെ അടുത്തത് വരുന്നത് തൊഴിലാണ്, അടുത്തത് വരുന്ന ഫാക്ടർ ഏതാണ്? മൂലധനമാണ്. അപ്പോൾ ഈ 3 ഫാക്ടറിനെയും യോജിപ്പിക്കുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സംഘാടനമാണ്. അതായത് ഭൂമി, തൊഴിൽ, മൂലധനം എന്നിങ്ങനെ 3 ഘടകങ്ങളെയും യോജിപ്പിക്കുന്ന ഘടകമാണ് ഇത് സംഘാടനം. ഇനി ഈ സംഘാടനം നടത്തുന്ന വ്യക്തിയെ അറിയപ്പെടുന്ന പേരാണ് സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ. അപ്പോൾ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം ഇവയെ കൂട്ടി യോജിപ്പിക്കലാണ് സംഘാടനം ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ എന്താണ്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഘാടനം നടത്തുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഭൂമി, തൊഴിൽ, മൂലധനം ഇത് 3ഉം കൂടെ ചേർന്നിട്ടാണ് എന്ത് നടക്കാൻ സാധിക്കുകയുള്ളൂ? സംഘാടനം നടക്കുകയുള്ളൂ അല്ലെ. ഈ സംഘാടനത്തിൽ നിന്നാണ് ഉൽപാദനം നടക്കുന്നത്, ഉൽപാദനത്തിൽ നിന്നാണ് ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഈ 3 ഫാക്ടേഴ്സും ചേർന്നാണ് സംഘാടനം ഉണ്ടാവുക. സംഘാടനത്തിൽ നിന്നാണ് ഉൽപാദനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ആ പ്രോസസ്സിന് ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ട് കണ്ടോ? ഇതാണ് ആ ഒരു സംഘാടനത്തിന്റെ പങ്കിനെ പറ്റി പറയുന്നത്.
അടുത്തത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ തന്നിട്ടുണ്ട്. അതിന് അവിടെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് കണ്ടോ, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. അപ്പൊ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ത് യൂണിറ്റിലാണ്? ഉൽപാദന യൂണിറ്റിലാണ്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോ അത് ഗാർഹിക യൂണിറ്റ് വഴിയാണ്. ഓക്കെ, അപ്പൊ ആ 2 പോയിന്റും കൂടെ ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇവിടെ ലാസ്റ്റ് ഒരു 2-3 പോയിന്റ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന മാത്രമാണ്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ്. ഒന്നുകൂടെ പറയാം, ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങൾ അത് ഏതൊക്കെയാണ്? ഭൂമിയുണ്ട്, തൊഴിലുണ്ട്, മൂലധനമുണ്ട്, സംഘാടനമുണ്ട്. ഇത് പ്രദാനം ചെയ്യുന്നത് എന്താണ്? ഗാർഹിക യൂണിറ്റ് ആണ് ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത്. അടുത്തത്, ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട്. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് നൽകുന്നതാണ് എന്ത്? ആ വില എന്ന് പറയുന്നത് പണമായിട്ടാണ് നൽകുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 7ാം ക്ലാസ്സിൽ വരുന്ന 5ാമത്തെ പാഠമാണ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 2023-ല് 24-ല് 22-ലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു അപ്പൊ ഇവിടെ സമ്പൂർണ്ണ എന്നൊരു പദ്ധതിയെ പറ്റിയാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം, സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ഏത്? സമ്പൂർണ്ണ പദ്ധതി. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോണം, സമ്പൂർണ്ണ പദ്ധതി എന്ന് പറയുന്നത് സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ടത്, ഇവിടെ കണ്ടോ, പ്രാഥമിക മേഖല, അതേപോലെ തന്നെ ദ്വിതീയ മേഖല, അതേപോലെ തന്നെ തൃതീയ മേഖല. ഓക്കെ, ഈ 3 മേഖലകളെ പറ്റി പഠിക്കാനുണ്ട്. ഈ 3 മേഖലകളെ പറ്റി പഠിക്കാനുള്ളതിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് PSC പല വർഷങ്ങളിൽ, അതായത് എക്കണോമിക്സ് സിലബസിലുള്ള സമയം തൊട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കാം, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഏത്? പ്രാഥമിക മേഖല. അപ്പോൾ പ്രാഥമിക മേഖലയിൽ എന്താ ചെയ്യുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ മേഖലയിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് കൃഷിക്കാണ്. കണ്ടോ, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയാണ് പ്രാഥമിക മേഖല പ്രവർത്തിക്കുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് പ്രാഥമിക മേഖലയിലാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഇനി പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഏത്? ദ്വിതീയ മേഖല. അപ്പൊ നോക്കിക്കോ, പ്രാഥമിക മേഖലയിൽ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങളെ വെച്ചിട്ട് അത് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയിലാണ്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലാണ് അല്ലെ. അപ്പൊ അവിടെ എന്തിനാ പ്രാധാന്യം? വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യവസായിക മേഖല എന്ന് വിളിക്കും. വ്യവസായത്തിനാണ്, ഇൻഡസ്ട്രികൾക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? പ്രാഥമിക മേഖല. അവിടെ കൃഷിക്ക് പ്രാധാന്യമുണ്ട്, സോ കാർഷിക മേഖല എന്ന് വിളിക്കപ്പെടുന്നു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ദ്വിതീയ മേഖലയിൽ എന്താണ്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചിട്ടാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ദ്വിതീയ മേഖല വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സോ ഇതിനെ വ്യവസായിക മേഖല എന്ന് വിളിക്കും. ഇനി പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്ന് പറയുന്നു കേട്ടോ. ഇതിനെ, അതായത് തൃതീയ മേഖല അറിയപ്പെടുന്നത് എന്താണ്? സേവന മേഖല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? അതായത് നമ്മൾ പറഞ്ഞത് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവയെ കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞു ദ്വിതീയ മേഖല എന്താണ്? വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദ്വിതീയ മേഖലയെ എന്താണ്? വ്യവസായിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു സേവന പ്രവർത്തനങ്ങൾക്കാണ് തൃതീയ മേഖല പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തൃതീയ മേഖലയെ അറിയപ്പെടുന്നത് എന്താണ്? സേവന മേഖല എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും അതേപോലെ വിതരണം ചെയ്യുന്നതും ഒക്കെ എന്താണ്? ഈ ഒരു തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത്, ഇവിടെ നോക്കിക്കേ, പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത്. സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായിക മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നത് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അതായത് ഒരു ഉദാഹരണം ഇവരിവിടെ പറയുവാണ്, എന്താണ്? പരുത്തി വെച്ചിട്ട്
എങ്ങനെയാണ് ഈ തുണി തരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായിട്ടുള്ള പരുത്തി, ഈ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ് അല്ലെ. ഈ വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നത് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായം ആവശ്യപ്പെടുത്തിയാണ്. അപ്പോൾ എന്താണ് പരുത്തി എന്ന് പറയുന്നത്, എന്താണ് പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അത് പിന്നെ വ്യവസായ മേഖലയിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് വിതരണം ചെയ്യുന്നത് എന്താണ്, ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖലയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ, പ്രാഥമിക തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CSOയും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. CSOനെ പറ്റി നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ SCRT പാഠപുസ്തകത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എപ്പോഴും ഇതിൽ നിന്ന് PSC ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു ഏതെങ്കിലും ഇപ്പോൾ വനപരിപാലനം ഏത് മേഖലയിൽ വരുന്നു, അല്ലെങ്കിൽ വ്യവസായം ഏത് മേഖലയിൽ വരുന്നു, അല്ലെ താഴെ തന്നിട്ടുള്ളതിൽ തൃതീയ മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്. ഒന്ന് പറയുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ. നമുക്കറിയാലോ, അതായത് കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയിൽ എന്ത് വരുന്നുണ്ട്, കൃഷി വരുന്നുണ്ട്. ഇനി അടുത്തതാണ് വനപരിപാലനം. അപ്പോൾ എന്താണ് ഈ വനപരിപാലനം എന്ന് പറയുന്നത്, എന്താണ് ഏകദേശം കൃഷി അല്ലെങ്കിൽ എന്താ പറയുക മരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ അതും പ്രാഥമിക മേഖലയിലാണ് വരിക എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തതാണ് മത്സ്യബന്ധനവും പ്രാഥമിക മേഖലയാണ്. അതേപോലെ ഖനനം പ്രാഥമിക മേഖലയാണ്. അപ്പോൾ SCRT പറഞ്ഞിരിക്കുന്ന ആ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ഏതൊക്കെയാണ്, ഖനനം, മത്സ്യബന്ധനം, വനപരിപാലനം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ഇനി ദ്വിതീയ മേഖലയിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു വ്യവസായത്തിനാണ് ഇവിടെ പ്രാധാന്യം. സോ വ്യവസായങ്ങളെല്ലാം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. ഇനി അടുത്തതാണ് വൈദ്യുതി ഉൽപാദനം. ശരിക്കും വൈദ്യുതി ഉൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് വ്യവസായമാണല്ലേ അവിടെ നടക്കുന്നത്. അതേപോലെ കെട്ടിട നിർമ്മാണം, ഇതെല്ലാം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. അപ്പോൾ ദ്വിതീയ മേഖലയിലുള്ള 3 എക്സാമ്പിളുകൾ ഇവിടെ ഉണ്ട്. വ്യവസായമുണ്ട്, വൈദ്യുതി ഉൽപാദനമുണ്ട്, കെട്ടിട നിർമ്മാണമുണ്ട്. ദെൻ തൃതീയ മേഖലയിലേക്ക് വരിക, വ്യാപാരം. അപ്പോൾ ഇത് തിരിച്ചു പഠിച്ചോണേ, വ്യാപാരം വരുന്നത് തൃതീയ മേഖലയിലാണ്, എന്നാൽ വ്യവസായം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അതേപോലെ ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വരുന്നത് എവിടെയാണ്, തൃതീയ മേഖലയിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കണം. പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ളത്. ഒന്ന് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വരുന്ന മേഖല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം വരുന്ന മേഖല ഏതെന്ന് 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വൈദ്യുതി ഉൽപാദനം ചോദിച്ചിട്ടുണ്ട്, പിന്നെ വാർത്താവിനിമയം ചോദിച്ചിട്ടുണ്ട്, വ്യാപാരം ചോദിച്ചിട്ടുണ്ട്, ബാങ്കിങ് സേവനങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തൃതീയ മേഖലയിൽ വരുന്നത് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ബാക്കി ഏത് വന്നാലും തൃതീയ മേഖലയാണെന്നൊന്ന് ഓർത്ത് വെച്ചാലും മതി. പ്രാഥമിക മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിലാണെങ്കിൽ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. സോ തൃതീയ മേഖലയിലേക്ക് വരുമ്പോൾ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഇനി ഞാൻ പറഞ്ഞല്ലോ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ പറ്റി പഠിക്കാം. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ CSO എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഈ CSO പ്രവർത്തിക്കുന്നത്. അടുത്തത് എന്തൊക്കെയാണ് CSOയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. അപ്പോൾ CSOയുടെ ചുമതലകൾ നോക്കിക്കേ, സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുക. ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുക. പിന്നെ എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തണം. അതായത് എല്ലാ മേഖലയിലും വരുന്ന സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ചിട്ട് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. മൂന്നാമത്തത് സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ഡ്യൂട്ടീസ് ഓഫ് CSO എന്ന് പറഞ്ഞ് പറയാനുള്ളത്. ഇനി ഈ CSOനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അത് തന്നിട്ടില്ല, എങ്കിലും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ CSO ആണ്. ഈ CSO എന്നുള്ളതിന്റെ മുൻപത്തെ പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു കേട്ടോ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. ഇപ്പോഴാണ് അത് മാറി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നായിട്ട് മാറിയത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് CSO, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1951 മെയ് 2 ആണ്. 1951 മെയ് 2 ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു CSOയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ് ആണ്. അതേപോലെ CSOയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഓർത്തോണേ ന്യൂഡൽഹിയാണ്. CSOയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, CSOയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആണ്. CSOയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആണ്.
ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ CSOയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? മുൻപത്തെ പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. ഡയറക്ടർ ജനറൽ ആണ് ഈ ഒരു CSOയുടെ തലവൻ. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. PC മഹ്ലനോബിസ് ആണ് രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. ഫോം ചെയ്തത് 1951 മെയ് 2-നാണ്. ഓക്കെ, ഇനി അടുത്തത് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കൂടെ ഒരു ക്വസ്റ്റൻ ആണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖലയാണ്. ഓക്കെ, അപ്പൊ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. അടുത്തത് ഇവിടെ പോവേർട്ടിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2024 തന്നെ. ഓക്കെ, ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പൊ ആ കണക്കൊന്ന് ഓർത്തു വെച്ചോണം. നഗരപ്രദേശത്താണെങ്കിൽ 2100 ആണ്, 100 കലോറിയാണ്. അതേപോലെ ഗ്രാമപ്രദേശത്താണെങ്കിൽ 2400 കലോറിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവർ എന്താണ്? ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അങ്ങനെയാണ് 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് 29.8%. എത്രയാണ്? 29.8%. ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്. ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. എത്രയാണത്? 53.5%. 53.5%. ഏറ്റവും കുറവ് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അത് എത്രയാണ്? 9.5%. കേരളത്തിലാണെങ്കിലോ 12%. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പൊ നമ്മൾ പറഞ്ഞത് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് 29.8%. അതേപോലെ ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്. അത് എത്രയാണ്? 53.5%. ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അത് എത്രയാണ്? 9.5%. കേരളത്തിലാണെങ്കിൽ 12%. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഒന്നെന്താണ്? വിതരണത്തിലെ അപാകത. മറ്റൊന്ന് സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഇപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിൽക്കാനുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം മാറാതിരിക്കാനുള്ള കാരണം. ഇനി അടുത്ത് നോക്കിക്കേ. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യ സുരക്ഷ സാധ്യമാവുന്നത്. എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. അപ്പൊ ഇവിടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ പറ്റി പറയുന്നത് നോക്കാം. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഇനി അടുത്തത് നോക്കിക്കേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളെ പറ്റി പറയുവാണ്. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാർ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. രണ്ടും ഡിഫറെന്റ് ആണ്. അത് മനസ്സിലാക്കി പഠിക്കുക. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് പദ്ധതികൾ എന്നാണ്. പിന്നെ സർക്കാർ നടത്തുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കോ. പദ്ധതികളാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ചോദിക്കാം. നഗരങ്ങളിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതി ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഓക്കെ, അടുത്തതാണ് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെന്റ് അതുപോലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്രയോജനം. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഉച്ചഭക്ഷണ പരിപാടിയുടെ. അപ്പൊ ആ ക്ലാസ് എത്രയാണെന്ന് ഓർത്ത് വെച്ചേക്കണേ? 8ാം ക്ലാസ് വരെയാണ്. ഇനി സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അപ്പൊ അതാണ് ഉച്ചഭക്ഷണ പരിപാടി. അടുത്ത പരിപാടിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. അതേപോലെ ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അപ്പൊ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു, ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അടുത്തതാണ് സംയോജിത ശിശു വികസന പരിപാടി. അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അടുത്താണ് സംയോജിത ശിശു വികസന പരിപാടി. ഇതൊന്ന് നോട്ട് ചെയ്തോണേ. ഇത് ഏത് മുഖേനയാണ് നടപ്പിലാക്കുന്നത്? അംഗൻവാടികൾ മുഖേനയാണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതേപോലെ കുട്ടികളെ കൂടാതെ ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഗർഭിണികളുണ്ട്, അതേപോലെ തന്നെ എന്താണ്? മുലയൂട്ടുന്ന അമ്മമാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ഏത്? സംയോജിത ശിശു വികസന പരിപാടി. അപ്പോൾ ഈ 4, 3, 7 പദ്ധതികളും പരിപാടികളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്
പൊതുവിതരണ സംവിധാനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നോക്കാം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞിരിക്കുന്നത് കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ. അതിന് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിക്കാം. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കണേ. ഒന്ന് പൊതുവിതരണ കേന്ദ്രം. പൊതുവിതരണ കേന്ദ്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അരി കിട്ടും, ഗോതമ്പ് കിട്ടും, പഞ്ചസാര കിട്ടും, മണ്ണെണ്ണ കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. പൊതുവിതരണ കേന്ദ്രത്തിലൂടെ നമുക്ക് കിട്ടുന്ന റേഷൻ കടയിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. അടുത്തത് ഹോർട്ടികോർപ്പിലൂടെ നമുക്ക് കിട്ടുന്നതാണ് പച്ചക്കറികൾ. പിന്നെ സപ്ലൈകോ, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെയൊക്കെ എന്താണ്? നമ്മുടെ ഡെയിലി യൂസ് അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളാണ് ലഭ്യമാകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കുക, 2013 ഇത് പാർലമെന്റ് അംഗീകരിച്ചത്. എന്ത്? ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമം. ഇതിന്റെ പ്രത്യേകതകളാണ്: ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയും ഉള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമാണ് കേട്ടോ, നിയമപരമായിട്ടുള്ള അവകാശമാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് ഭക്ഷ്യോൽപാദനം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാവുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഇതെല്ലാമാണ് ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇതിൽ കുറേയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വന്നാലും ഓപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ പ്രകൃതിക്ഷോഭമാണെങ്കിലും കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ. പക്ഷേ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷയെ പറ്റി, അതേപോലെ സബ്സിഡി കുറയ്ക്കുന്നത്, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ 7ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് 2023-24 കാലഘട്ടത്തിൽ PSC നടത്തിയ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. രണ്ടാമത്തത്, മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. മൂന്നാമത്തത്, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. 1ഉം 2ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു പാഠത്തിൽ നിന്ന്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. ഓപ്ഷൻസ്: ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രാഥമിക മേഖല, ഇവയിലൊന്നുമല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ പഠിച്ചതാണ്, ഓപ്ഷൻ സി ആണ്, പ്രാഥമിക മേഖലയാണ്. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതലാണ് ഏതാണ്? ബീഹാർ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ: ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യത്തേത് ഗതാഗതം. ഏതാണ് ഗതാഗതം? ഏത് മേഖലയിലാണ് വരുന്നത്? നമുക്കറിയാം, തൃതീയ മേഖലയാണ്. അപ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടി, ഓപ്ഷൻ സി ആണെന്നല്ലേ. കാരണം 1 സി വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് മത്സ്യബന്ധനം ഏതാണ്? പ്രാഥമിക മേഖലയാണ്. നിർമ്മാണം ഏതാണ്? നിർമ്മാണം ദ്വിതീയ മേഖലയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ദ്വിതീയ മേഖലയിലാണ് മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്നത്. അടുത്തത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? നമ്മൾ പഠിച്ചതാണ്, ഓപ്ഷൻ ഡി ആണ്, പ്രാഥമിക മേഖലയിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നത്. കണ്ടോ, ഇതെല്ലാം നമ്മുടെ SCERTയിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത്? 2012, 2013, 2011, 2010. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2013 ഇന്ത്യൻ പാർലമെന്റ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഒന്നാമത്തേത്, ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും.
അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. 4ാമത്തെ ഓപ്ഷൻ സബ്സിഡി കുറയ്ക്കുക. ഏതാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു അല്ലെ, SCRT ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. സോ 1, 2, 3 ഈ മൂന്നെണ്ണമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ പഠിച്ച പാഠത്തിൽ നിന്ന് തന്നെ PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. SCRTയിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ SCRT പാഠങ്ങൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കണ്ട് പിന്നെ റിവൈസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.